ഞങ്ങളൊരു ഒരു ടീമാണ്. അത് കുറെ ആൾക്കാരുണ്ടാകും. അപ്പൊ നമ്മൾ പേര് പരാമർശിക്കാതെ പോകുന്ന കുറെ ആൾക്കാരും കൂടിയാണ് ഞങ്ങള്. നമ്മളിങ്ങനെ ബേജാറാവണം, എന്തേലും പൊളിറ്റിക്കലായിട്ട് വന്നാലുണ്ടല്ലോ ഫസ്റ്റ് സ്ക്രൂട്ടിനി വരുന്ന ഒരു ടീമുണ്ട്. പക്ഷെ അത് ആ സാധനമാണ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മൾ കോളേജ് പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഹരിതയിൽ പ്രവർത്തിക്കുന്ന പോലെയോ അല്ല. നമ്മൾ കുറച്ചും കൂടി വലുതായി ഒരു കുടുംബത്തിനടുത്തെത്തുന്നു. പിന്നെ ഈ പറഞ്ഞ ഒരു സാമ്പ്രദായിക രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. അതോടുകൂടി നമ്മളെ ഈ വലിയ ടീം അങ്ങ് പോവാണ്. പിന്നെ നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നമ്മളെ ചുറ്റിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത്, ഞാനൊക്കെ വിചാരിക്കും, ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പിലേക്ക് അങ്ങ് മത്സരിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നു. പിന്നീടുള്ള ഒരു സമയം നമ്മളിങ്ങനെ ക്യാമ്പസ് പൊളിറ്റിക്സിന്റെ വൈബിൽ നിൽക്കുകയാണല്ലോ. ആ വൈബിൽ നിന്ന് നമ്മൾ നാട്ടിലെ പൊളിറ്റിക്സ് ഇറങ്ങുമ്പോൾ രണ്ടാണ്. പിന്നീട് നമുക്ക് തോന്നുന്നത് ഇതാണ് രസം എന്ന് തോന്നും. ലക്ഷ്യത്തിൽ നിന്ന് മാറാതെ, ഐഡന്റിറ്റിയിൽ നിന്ന് മാറാതെ, എയിമെന്ന് മാറാതെ പിടിച്ചു നിൽക്കുന്നത് ഈ പെൺകൂട്ടമുണ്ട് എന്നുള്ള. പണ്ടൊക്കെ നോമ്പ് വരുമ്പോൾ നോമ്പ് വരിക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ട് നോമ്പ് വരുമ്പോൾ നമുക്കൊരു മീറ്റപ്പും കൂടി വരാണ്ട്. ആ മീറ്റപ്പ് അത് നമ്മൾ കാത്തിരിക്കുക. നോമ്പ് വരുമ്പോൾ ഒരു എക്സൈറ്റിംഗ് എലമെന്റ് ആയിട്ട് ഒരു മീറ്റപ്പ് ഉണ്ട്. കുട്ടികളെ മൂത്രമൊഴിപ്പിക്കാൻ പറ്റിയൊരു സ്ഥലം അപ്പുറത്തുണ്ടെങ്കിൽ അവിടെ കൂടാമെന്നാ പറയാ. ആ ബീച്ചിലൊക്കെ പോയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ നിരന്തരമായിട്ട് ഫോക്കസ്ഡ് ആക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടികളുടെ തന്നെ, അവർ മാത്രമൊന്നുമല്ല, പക്ഷെ എന്നാലും നമ്മൾ ചുറ്റിലുള്ള സ്ത്രീകളാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവില്ലേ. പക്ഷെ മാറാതെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളെ പൊളിറ്റിക്സിൽ നമ്മൾ നിലനിർത്തുന്നത് ഈ പെൺകുട്ടികളുടെ സൗഹൃദം തന്നെയാണ്. കാരണം അസ്തിത്വബോധമുള്ള കുറെ പെൺകുട്ടികളാണ്. എന്തെങ്കിലുമൊക്കെ വിഷമം വന്നാൽ ഈ പെൺകൂട്ടത്തിൽ നിന്ന് ആരെയായിരിക്കും ആദ്യം വിളിക്കുക? എന്നിട്ട് പറഞ്ഞില്ലല്ലോ. കൊള്ളാം.